IPL-ന്റെ 18ാം സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടം അടുത്ത ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. 5 തവണ വീതം കിരീടം ചൂടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്ങും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള പോരാട്ടത്തിന് വേദിയാവുക ചെപ്പോക്ക് സ്റ്റേഡിയമാണ്. ജയത്തോടെ തന്നെ സീസണിന് തുടക്കം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരിക്കും ടൂർണമെന്റിലെ ഈ പവർ ഹൗസുകൾ മുഖാമുഖം വരുന്നത്. അതുകൊണ്ട് തന്നെ പോരാട്ടം തീപാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഋതുരാജ് ഗെയ്ക്വാദിന് കീഴിൽ അതിശക്തമായ ടീമുമായാണ് ചെന്നൈ 6ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്നത്. എന്നാൽ വിലക്ക് കാരണം ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ മുംബൈക്കായി ആദ്യ മത്സരത്തിൽ കളിക്കില്ല. പകരം സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിച്ചേക്കുക. മുംബൈക്കെതിരെ ചെന്നൈയുടെ പ്ലേയിങ് 11 എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. ഇവരൊക്കെയാണ് ടോപ്പ് 3-ൽ. ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇത്തവണ ഓപ്പൺ ചെയ്യുന്നത് നായകൻ ഋതുരാജ് ഗെയ്ക്വാദും ന്യൂസിലാൻഡിന്റെ ഇന്ത്യൻ വംശജനായ രജിൻ രവീന്ദ്രയും ചേർന്നായിരിക്കും. ദേശീയ ടീമിന്റെ ഭാഗമല്ലെങ്കിലും IPL ഋതു മികച്ച പ്രകടനമാണ് നടത്താറുള്ളത്. ഇത്തവണയും അദ്ദേഹം പതിവ് തെറ്റിക്കാനിടയില്ല. ഈ വർഷം ഏഷ്യ കപ്പ് വരാനിരിക്കെ സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കാൻ അദ്ദേഹത്തിന് ലഭിക്കുന്ന അവസരം കൂടിയാണ് ഈ സീസൺ. രജിനാവട്ടെ ലോക ക്രിക്കറ്റിലെ പുതിയ ബാറ്റിംഗ് സെൻസേഷനായി മാറിക്കഴിഞ്ഞു. സമാപിച്ച ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും അധികം റൺസ് അടിച്ചെടുത്ത അദ്ദേഹം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി മാറിയിരുന്നു. ഇനി IPL-ൽ CSKയുടെ മഞ്ഞക്കുപ്പായത്തിലും കസറാനാണ് രജിന്റെ ശ്രമം. മൂന്നാമനായി CSKക്കായി കളിക്കാനെത്തുക ഇന്ത്യൻ താരം രാഹുൽ ത്രിപാഠിയായിരിക്കും. മെഗാലയത്തിൽ പുതുതായി ടീമിലേക്ക് വന്ന അദ്ദേഹം മികച്ച പ്രകടനത്തിലൂടെ സ്ഥാനമുറപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. സ്ട്രൈക്ക് റേറ്റ് ചെയ്ത് അതിവേഗം റൺ സ്കോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരം കൂടിയാണ് ത്രിപാഠി. ഇനി മധ്യനിരയിൽ ആരെല്ലാമാണ് അണിനിരക്കുന്നത് എന്ന് നോക്കാം. സ്പിന്നർമാരുടെ അന്തകനായ ഇന്ത്യൻ ഓൾറൗണ്ടർ ശിവം ദുബെയാണ് 4ാം സ്ഥാനത്തുള്ളത്. പിന്നാലെ മറ്റൊരു ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപക് ഹൂഡ കളിക്കാനിറങ്ങും. 6ാം നമ്പറിലെത്തുക ഇംഗ്ലണ്ടിന്റെ സീം ബൗളിംഗ് ഓൾറൗണ്ടർ സാം കറൻ ആയിരിക്കും. 7ാമനായി ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും 8ാമനായി മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയുമുണ്ട്. ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ കരിയർ തിരിച്ചുപിടിച്ച ദുബെ ഈ സീസണിലും നിരാശപ്പെടുത്താൻ സാധ്യതയില്ല. മധ്യ ഓവറുകളിൽ മുംബൈയുടെ സ്പിൻ ബൗളിങ്ങിനെ നിർവീര്യമാക്കാനുള്ള ദൗത്യം അദ്ദേഹത്തിനായിരിക്കും. ദുബെ പോലെ വമ്പൻ ഷോട്ടുകൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ് പുതുതായി ടീമിലെത്തിയ ഹൂഡ. കുറെ ഇത് CSKയിലേക്കുള്ള 2ാം വരവ് കൂടിയാണ്. ബാറ്റിംഗിനൊപ്പം വിക്കറ്റുകളുമായി ബൗളിംഗിലും വിലക്കപ്പെട്ട സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയും. ജഡ്ഡു ആകട്ടെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കെയാണ് ഈ IPL-ന് എത്തുന്നത്. ധോണിയെ സംബന്ധിച്ച് ഇത് അവസാന സീസൺ ആയേക്കും. അതിനാൽ കയ്യടിയോടെ ഇത് ഗംഭീരമാക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ശ്രമം. ബൗളിംഗിലെ ലൈനപ്പ് നോക്കാം. ചെന്നൈക്കായി 9ാം നമ്പറിൽ കളിക്കുക ഇന്ത്യയുടെ വൈറ്റ് ആൻഡ് സ്പിൻ ബൗളർ ഓൾറൗണ്ടറായ R അശ്വിൻ ആയിരിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ തട്ടകത്തിലേക്ക് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ് കൂടിയാണിത്. അശ്വിന് ശേഷം അഫ്ഗാനിസ്ഥാന്റെ സ്പിൻ സെൻസേഷൻ നൂർ അഹമ്മദ്, ശ്രീലങ്കൻ പേസ് മദീഷ പതിരാന എന്നിവരും CSK 11 ഉണ്ടാകും. ഇമ്പാക്ട് പ്ലെയറായി അവർ കൊണ്ടുവരിക ഇന്ത്യൻ പേസ് ഖലീൽ അഹമ്മദിനെ ആയിരിക്കും. മുംബൈക്കെതിരെ CSK പ്ലേയിങ് 11 നോക്കാം. ഋതുരാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര, രാഹുൽ ത്രിപാഠി, ശിവ ദുബെ, ദീപക് ഹൂഡ, സാം കറൻ, രവീന്ദ്ര ജഡേജ, MS ധോണി, R അശ്വിൻ, നൂർ അഹമ്മദ്, മദീഷ പതിരാന എന്നിവരാണുള്ളത്.